നമസ്കാരം. ഇനി അദാനിയും CPM-ഉം നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അദാനി പോർട്ടുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് ഇത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ ദിവ്യ എസ് അയ്യരെ നിയമിച്ചതും തന്ത്രപരമായ നീക്കമായിരുന്നു. അതിനുശേഷമാണ് വകുപ്പ് CPM ഏറ്റെടുക്കുന്നത്. അഹമ്മദ് ദേവർകോവിലിന്റെ വകുപ്പുകൾ പകരം മന്ത്രിയായ കോൺഗ്രസ് എസിന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സ് മറ്റൊന്നായി. അങ്ങനെ മന്ത്രി വാസവന് തുറമുഖവും കിട്ടി. ഈ മന്ത്രിസഭാ പുനഃസംഘടനയിൽ കോളടിച്ച താരമായി വാസവൻ മാറുകയും ചെയ്തു. സിനിമാ വകുപ്പ് സജി ചെറിയാനിൽ നിന്നും ഏറ്റെടുക്കാൻ മന്ത്രി KB ഗണേഷ് കുമാറിനും താല്പര്യമുണ്ടായിരുന്നു. ഇതിനുവേണ്ടി കത്തും കേരള കോൺഗ്രസ് ബി നൽകുകയുണ്ടായി. സജി ചെറിയാനിൽ നിന്നും സിനിമാ വകുപ്പ് പോയതുമില്ല. എങ്കിലും കോളടിച്ചത് കോട്ടയത്തെ വാസവൻ തന്നെയാണ്. ഇതോടെ ഈ മന്ത്രിസഭയിലെ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനാണ് താനെന്ന സന്ദേശം നൽകാനും വാസവന് കഴിഞ്ഞു. പിണറായി പകരക്കാരനായി മനസ്സിൽ കാണുന്നത് വാസവനെയാണെന്ന് പോലും നേരത്തെ ചർച്ചകളെത്തിയിരുന്നു. അത് വീണ്ടും സജീവമാക്കുന്നതാണ് തുറമുഖ വകുപ്പിലെ തീരുമാനം. ആലപ്പുഴയിലെ സുധാകരന്റെ വിമർശനങ്ങൾ ചർച്ചയാകുമ്പോഴാണ് സജി ചെറിയാനെയും പിണറായി വിശ്വാസത്തിലെടുക്കുന്നത്. സിനിമാ വകുപ്പ് സജി ചെറിയാനിൽ നിലനിർത്തി മന്ത്രി കസേരയ്ക്ക് പിണറായി കൂടുതൽ ബലം നൽകുന്നു. ആലപ്പുഴയിൽ ആരും അതിമോഹക്കാരാകരുതെന്ന സന്ദേശമാണ് ഇതിലൂടെ പിണറായി നൽകുന്നത്. തുറമുഖ വകുപ്പിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അംഗീകരിക്കാനേ ഇത്തവണ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കഴിഞ്ഞുള്ളൂ. അങ്ങനെ വാസവന് വേണ്ടി പിണറായി നിർണായക നീക്കം നടത്തി എന്ന് പറയാം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം അടുത്ത വർഷം പ്രവർത്തനം തുടങ്ങാനിരിക്കെയാണ് തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തത്. ഇതിൽ കടന്നപ്പള്ളിക്ക് പരിഭവമോ പരാതിയോ ഇല്ല. വാസവൻ ഭരിച്ചിരുന്ന രജിസ്ട്രേഷൻ, അഹമ്മദ് ദേവർകോവിലിന്റെ മ്യൂസിയം, പുരാവസ്തു എന്നീ വകുപ്പുകൾ കടന്നപ്പള്ളിക്ക് നൽകി. വാസവൻ ഭരിച്ചിരുന്ന രജിസ്ട്രേഷൻ, അഹമ്മദ് ദേവർകോവിലിന്റെ മ്യൂസിയം, പുരാവസ്തു എന്നീ വകുപ്പുകൾ കടന്നപ്പള്ളിക്ക് നൽകി. CPM-ന്റെ കയ്യിലുള്ള സിനിമാ വകുപ്പ് കൂടി വേണമെന്ന KB ഗണേഷ് കുമാറിന്റെ ആവശ്യം നിരസിച്ചു. ഗണേശിന് ഗതാഗതവും മോട്ടോർ വാഹന വകുപ്പും മാത്രം. ഇരുമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരവുമേറ്റു. രാജ്ഭവനിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലെ വേദിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കായിരുന്നു തുറമുഖത്തിന്റെ അധികാരം. വിഴിഞ്ഞം തുറമുഖം മെയ്യിൽ കമ്മീഷൻ ചെയ്യാനിരിക്കെ വകുപ്പിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് CPM ഏറ്റെടുക്കുന്നത്. അദാനി പോർട്സ് 9700 കോടി രൂപ മുടക്കി രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണവും തുടങ്ങാനിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ അവകാശപ്പെടുന്ന ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി എന്ന പ്രാധാന്യവും തുറമുഖത്തിനുണ്ട്. ഇതിനൊപ്പം അദാനിയുമായുള്ള ചർച്ചയും വിലപേശലുമെല്ലാം ഇനി CPM നേരിട്ട് നോക്കുകയും ചെയ്യും. വിഴിഞ്ഞത്ത് 4ാമത്തെ കപ്പൽ ക്രെയിനുമായി എത്തുമ്പോഴാണ് ഈ നിർണായക നീക്കം. തുറമുഖ നിർമ്മാണത്തിനെതിരെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ എതിർപ്പ് ബാക്കി നിൽക്കുകയാണ്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിനായി സർക്കാർ ഇനിയും 2600 കോടി രൂപ നൽകാനുണ്ട്. തുറമുഖ വകുപ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു കടന്നപ്പള്ളിയും. മന്ത്രിയാകുന്നതിന് മുമ്പ് നടത്തിയ പ്രതികരണങ്ങൾ അത്തരത്തിലായിരുന്നു. എന്നാൽ പിണറായി മാത്രമായി ആ രഹസ്യം സൂക്ഷിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ശേഷം പാർട്ടി സെക്രട്ടറിയെ ഇക്കാര്യം അറിയിച്ചു. CPM സെക്രട്ടേറിയറ്റിൽ പോലും ഈ വിഷയം ചർച്ചയായിരുന്നില്ല. വകുപ്പ് വിഭജന വിജ്ഞാപനം പുറത്തു വന്നപ്പോഴാണ് കടന്നപ്പള്ളിയും അറിഞ്ഞത്. എന്നാൽ എതിർക്കാനുള്ള കരുത്ത് ആ പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ കടന്നപ്പള്ളി കിട്ടിയതുകൊണ്ട് സന്തുഷ്ടനായി. പദ്ധതി പൂർത്തീകരണം നിർണായക സമയത്തിലേക്ക് കടക്കുമ്പോൾ ആ വകുപ്പ് CPM-ന്റെ കയ്യിൽ വേണമെന്നാണ് പിണറായി തീരുമാനിച്ചത്. സിനിമാ വകുപ്പ് വേണമെന്ന ഗണേഷ് കുമാറിന്റെ ആവശ്യത്തോട് വിയോജിപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിലും പാർട്ടിയുടെ കയ്യിലുള്ള ഒരു പ്രധാന വകുപ്പ് നൽകേണ്ടതില്ല എന്ന പൊതു അഭിപ്രായമാണ് നേതൃത്വത്തിൽ ഉണ്ടായത്. ഇക്കാര്യം സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയും ചെയ്തു. വിഴിഞ്ഞം പദ്ധതി വരുന്നതിന് മുൻപ് തുറമുഖം സംസ്ഥാനത്ത് കാര്യമായി ശ്രദ്ധിക്കപ്പെട്ട വകുപ്പായിരുന്നില്ല. വിഴിഞ്ഞം പദ്ധതി വന്നതോടെ തുറമുഖ വകുപ്പിന്റെ ഇമേജ് തന്നെ മാറി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സജീവ ചർച്ചകളിൽ ഒന്നായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്ന കാര്യം ഉറപ്പാണ്. അഹമ്മദ് ദേവർകോവിൽ ഒഴിയുമ്പോൾ തുറമുഖ വകുപ്പ് CPM ഏറ്റെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇതാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ VN വാസവനെ തന്നെ തുറമുഖം ഏൽപ്പിച്ചതിന് പിന്നിലും CPM-ന്റെ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. അടുത്ത വർഷം തുറമുഖം തുറന്നുകൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അവകാശവാദങ്ങൾ ഉയർന്നു വന്നേക്കാം. അതിന് CPM തന്നെ മറുപടി പറഞ്ഞു പോകാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തത്.
രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം എന്നത് താരതമ്യേന ചെറിയ വകുപ്പാണ്. മുന്നണിയിൽ മറ്റ് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാത്ത കടന്നപ്പള്ളിക്ക് ഇത് നൽകിയതുവഴി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന വിലയിരുത്തൽ കൂടി CPM-ലുണ്ട്. സിനിമാ വകുപ്പ് ഗണേശന് നൽകുന്നതിൽ CPM-നുള്ളിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട വകുപ്പ് ചെറിയ ഘടകകക്ഷിക്ക് നൽകേണ്ടതില്ല എന്ന പൊതുവിലയിരുത്തലാണ് CPM നേതൃത്വത്തിൽ ഉണ്ടായത്. ഇതോടെയാണ് ആഗ്രഹിച്ച വകുപ്പ് ഗണേശന് ലഭിക്കാതെ പോയത്.